സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് BPCL നടത്തുന്ന സ്ഥാപനമാണ് കൊച്ചിയിലെ സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കഴിഞ്ഞ 10 വർഷമായി ഈ സ്ഥാപനം ഇവിടെയുണ്ട്. എന്നാൽ അധികമാരും ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. തിയറിയും പ്രാക്ടിക്കലും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്. വെൽഡിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ തുടങ്ങി ഏകദേശം 5 കോഴ്സുകളിലാണ് ഇവിടെ പ്രായോഗിക പരിശീലനം നൽകുന്നത്. 6 മാസത്തെ കാലയളവിലുള്ള ഈ കോഴ്സിനെത്തുന്ന ഓരോ കുട്ടിക്കും താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യമാണ്. ഏകദേശം 1200ഓളം കുട്ടികൾ ഇതിനോടകം ഇവിടെ നിന്ന് പരിശീലനം നേടി വിവിധ വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിൽ ചെയ്യുന്നു. BPCL CSR ആക്ടിവിറ്റിയുടെ ഭാഗമായി നടത്തുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓഫീസിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എന്നോടൊപ്പം ചേർന്നിരിക്കുന്നത് ഇതിൻ്റെ CEO കൂടിയായ ശ്രീ GS ശിവകുമാർ സാറാണ്. സാറിനോട് നമുക്ക് ചോദിച്ചറിയാം, സാർ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനുള്ളൊരു കാരണം? ആരുടെ നേതൃത്വത്തിലാണ് ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് തുടക്കം കുറിച്ചത്? അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ? പിന്നെ അതുകൂടാതെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന പ്ലേസ്മെൻറ്റ്, കാരണം ഏതൊരു യുവാവിൻ്റെയും അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരുടെ സ്വപ്നമാണ് ഒരു തൊഴിൽ. അപ്പോൾ എന്ത് കോഴ്സ് എടുത്താലും ആദ്യം ചിന്തിക്കുന്നത് തൊഴിൽ കിട്ടുമോ, ജോലി കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ പ്ലേസ്മെൻറ്റിനെ കുറിച്ചൊന്ന് വിശദമായി പറയാമോ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവിൽ, അതായത് അന്ന് പെട്രോളിയം മന്ത്രിയും അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് മന്ത്രിയുമായിരുന്ന ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഒരു ഇനിഷ്യേറ്റീവായിരുന്നു. അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കിൽ പ്രോഗ്രാമാണ്. അതിൻ്റെ പാർട്ടായിട്ട് എല്ലാ ഓയിൽ കമ്പനികളെയും ഒന്നിച്ചു വിളിക്കുകയും എല്ലാ ഓയിൽ കമ്പനികളുടെ നേതൃത്വത്തിൽ അതാത് സ്ഥലങ്ങളിൽ ഒരു ലീഡർഷിപ്പോട് കൂടി, അതായത് ഏതെങ്കിലും ഒരു കമ്പനി ലീഡർഷിപ്പ് എടുക്കുക, ബാക്കിയുള്ള കമ്പനികളുടെ പാർട്ടിസിപ്പേഷനോട് കൂടി സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവ്. ഇതിൻ്റെ പാർട്ടായിട്ട് ഭാരത് പെട്രോളിയം സ്റ്റാർട്ട് ചെയ്തത് കൊച്ചിയിലാണ്. അങ്ങനെയാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി സ്ഥാപിതമായത്. 2016 ഡിസംബറിൽ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ ബിൽഡിങ്ങിൽ, അതായത് നമ്മളിപ്പോൾ ഇന്നിരിക്കുന്ന ഇൻകൽ ടവർ 2-ൽ ഞങ്ങൾ ടെമ്പററി അടിസ്ഥാനത്തിലാണ് അന്ന് ഇത് സ്ഥാപിച്ചത്. ഞങ്ങളുടെ ഒരു ദൂരവ്യാപകമായ ഒരു ഡ്രീം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളൊരു പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് വേറൊരു സ്ഥലത്ത് നമ്മുടേതായി BPCLൻ്റേത് മാത്രമായി സ്ഥാപിച്ചെടുക്കുക എന്നൊരു ഇനിഷ്യേറ്റീവിൽ ആയതുകൊണ്ടാണ് ഇത് ടെമ്പററി ആയിട്ട് അന്ന് സ്ഥാപിതമാണ്. അന്ന് ഇനിഷ്യലി വളരെ ചെറിയ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാരണം, ഇതിൻ്റെ ഒരു പ്രസക്തി കാരണം ഇത് ജനങ്ങളിലേക്ക് പെട്ടെന്ന് എത്തി. അതായത് കുട്ടികളിലേക്ക് പെട്ടെന്ന് എത്തി. ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും, അല്ലെങ്കിൽ സ്കിൽ ഡെഫിഷ്യൻസി ആണ് ഇന്ന് ഇൻഡസ്ട്രിയും എഡ്യൂക്കേഷൻ ഫീൽഡുമായിട്ടുള്ള ഗ്യാപ്പ് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് സ്കില്ല് കിട്ടാനായിട്ടുള്ള പരിശീലനം നേടാനായിട്ട് താല്പര്യപ്പെടുകയും ചെയ്യും. അന്ന് മുതൽ 2016 മുതൽ ഈ സ്ഥാപനം വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഞാനിതിൻ്റെ സാരഥ്യത്തിലേക്ക് വന്നത് 2024-ലാണ്. 2024-ൽ എൻ്റെ ഒരു ബ്രസീൽ അസൈൻമെൻ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിൻ്റെ CEO ആയിട്ട് പോസ്റ്റ് ചെയ്തു. അന്ന് എനിക്ക് മനസ്സിലായ കാര്യം, BPCL എൻ്റെ മാസ്റ്റർ പ്രോഗ്രാമായ വേറൊരു സ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ച് ഡിലേ വന്നു. കാരണം അതിനിടയിൽ നമുക്ക് കോവിഡ് വന്നു. അതിനിടയിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കുറച്ച് കുട്ടികളുടെ അഭാവം വന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ആ പ്രോഗ്രാം കുറച്ച് ഡിലേഡായി. ഇന്നിപ്പോൾ TCCയുടെ ഒരു ലാൻഡിൽ അവർ BPCL മാത്രമായിട്ടൊരു സ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇപ്പോഴും ഗവേണിംഗ് കൗൺസിലിൽ 8 ഓയിൽ കമ്പനികളുടെ ഡയറക്ടർ HR ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഈ ഒരു ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് 8 ഓയിൽ കമ്പനികളുടെ ഡയറക്ടർ HR ആണ്. അവരെ ഒന്നിച്ച് ചേർന്നിരുന്ന തീരുമാനം, അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ഒന്നിച്ച് ചേർന്നിരുന്ന വർഷത്തിൽ 1-2 തവണ ഗവേണിംഗ് കൗൺസിൽ നടത്തുകയും അങ്ങനെ തീരുമാനങ്ങളെടുത്ത് മുന്നിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഒരു CEO എന്ന നിലയിൽ എനിക്ക് ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ ഡേ ടു ഡേ റണ്ണിങ്ങിൻ്റെ ചുമതലയാണുള്ളത്. ഇത് നമ്മൾ ഇന്നത്തെ കേരളത്തിലെ സ്ഥിതിയോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിലെ സ്ഥിതിയോ നോക്കുകയാണെങ്കിൽ സ്കില്ലിങ് വളരെയധികം പ്രസക്തമായ ഒരു
ഏരിയയാണ്, ഒരു ഡൊമൈനാണ്. സ്കില്ലിങ് കാരണം തന്നെ നമ്മുടെ യുവാക്കളുടെ ജോബ് ഓറിയൻറ്റേഷൻ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തു. കാരണം ഇൻഡസ്ട്രിയിൽ എന്താണോ വേണ്ടത് അത് നമ്മുടെ സ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് കിട്ടുന്നത്. നിങ്ങളിപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉള്ള ഫെസിലിറ്റി അല്ല നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പകരം ഒരു ഇൻഡസ്ട്രിയിൽ എന്താണോ ആവശ്യം, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി നമ്മളിവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിൻ്റെ പാർട്ടായിട്ട് കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഇത് CSR ഫണ്ടിങ് വഴിയാണ് ഈ സ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഴുവൻ ചിലവും വഹിക്കുന്നത്. അതായത് എല്ലാ ഓയിൽ കമ്പനികളും അവരുടെ വിഹിതം ഇതിലേക്ക് തരുമായിരുന്നു. പക്ഷേ ഒരു 2 വർഷം മുമ്പ് അങ്ങനെ വിഹിതത്തിന് ആവശ്യമില്ല, പകരം ഇത് അതാത് ഓയിൽ കമ്പനികളിൽ അവരവരുടെ സ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയാൽ മതി എന്നൊരു തീരുമാനത്തിലെത്തുകയും അങ്ങനെ BPCL മാത്രമായിട്ട് ഈ സ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സാരഥ്യം ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോൾ BPCLന്റെ CSR ഫണ്ടിങ് വഴിയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓടുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതുവരെ ഏകദേശം 2000 സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയും അവർക്ക് 95% കുട്ടികൾക്ക് നമുക്ക് ജോലി കൊടുക്കാനും പറ്റി. ഇത് ഭാരത് പെട്രോളിയത്തിലൊന്നും അല്ല ജോലി കിട്ടുന്നത്, ഇത് ബാക്കിയുള്ള ഇൻഡസ്ട്രികളിലാണ് ജോലി കിട്ടുന്നത്. കാരണം ബാക്കി ഇൻഡസ്ട്രിയിൽ എന്താണോ ആവശ്യം, അല്ലെങ്കിൽ ഭാരത് പെട്രോളിയം പോലത്തെ വലിയ കമ്പനികളിൽ സബ് കോൺട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് സപ്ലൈ ചെയ്യുന്ന ടെക്നോളജി സപ്ലൈ ചെയ്യുന്ന അങ്ങനെ പല ഇൻഡസ്ട്രീസിനും വേണ്ട ടെക്നോളജി അപ്ഡേഷൻ ഈ സ്കില്ലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പാർട്ടായിട്ടാണ് ഇതിപ്പം വളരെ ഭംഗിയായിട്ട് ഓടുന്നുണ്ട്. ഇപ്പം അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാൻ ഞങ്ങളുടെ ഈ 15ാമത്തെ ബാച്ചായിരുന്നു. 6 മാസത്തെ റെസിഡൻഷ്യൽ കോഴ്സാണ് നമ്മളിപ്പം ഓഫർ ചെയ്യുന്നത്. ഈ കഴിഞ്ഞത് 15ാമത്തെ ബാച്ച്. ഈ 6 മാസത്തെ റെസിഡൻഷ്യൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെയധികം നിർബന്ധപൂർവ്വം പറയുന്ന റെസിഡൻഷ്യൽ കോഴ്സ് വേണം. കാരണം സാധാരണ കുട്ടികൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ദിവസം പോകും, 2ാമത്തെ ദിവസം അവർക്ക് മടിയാണെങ്കിൽ പോവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പനി വന്നാലും മടിയുണ്ടെങ്കിലും എല്ലാം നമ്മൾ ഇവരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതൊരു വളരെ പ്രതിജ്ഞാബദ്ധമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേ അവരുടെ കാര്യങ്ങളെല്ലാം അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല യൂണിഫോം കൊടുക്കുക, അവർക്ക് ട്രെയിനിങ്, സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ഞങ്ങൾ ഭാരത് പെട്രോളിയത്തിൻ്റെ കൊച്ചി റിഫൈനറിയിൽ ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സേഫ്റ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഇൻഡസ്ട്രിയാണ്. അതിൻ്റെ സേഫ്റ്റി നോംസ് എല്ലാം ഇവിടുത്തെ കുട്ടികളിലേക്ക് ഞങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. അതിൻ്റെ പാർട്ടായിട്ട് ഈ കുട്ടികളെല്ലാം വളരെ സേഫും, ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും, അവരുടെ യൂണിഫോമോ അല്ലെങ്കിൽ ബോയിലർ സൂട്ട് എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറിലെ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് അവർ പണിയെടുക്കുന്നത്. സേഫ്റ്റി ഷൂ ഉണ്ട്, ഹെൽമെറ്റ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇത് തന്നെ ഇൻഡസ്ട്രിക്ക് ഒരു വലിയ നേട്ടമാണ്. കാരണം ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി ഇവിടെ നിന്ന് ഞങ്ങളുടെ കുട്ടികളെ എടുക്കാൻ വരുമ്പോൾ അവർ ആദ്യം നോക്കും, നിങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയധികം സേഫായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു, അത് തന്നെ അവർക്കൊരു പ്ലസ് പോയിന്റാണ്. അതിൻ്റെ പാർട്ടായിട്ട് ഈ 15ാമത്തെ ബാച്ചിലെ 185 കുട്ടികൾ, അതായത് 200ഓളം കുട്ടികളെ വെച്ച് ഞങ്ങൾ തുടങ്ങിയതാണ്. കുറച്ച് ഡ്രോപ്പ് ഔട്ട് എല്ലാ വർഷവും ഉണ്ടാകും. പക്ഷേ ഈ 15ാമത്തെ ബാച്ചിലെ 185 കുട്ടികൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും ഞങ്ങൾക്ക് പ്ലേസ്മെന്റ് നൽകാനായി. അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. കാരണം ഇതുവരെ ഞങ്ങൾക്കൊരു 100% പ്ലേസ്മെന്റ് എന്നത് ഇതുവരെ നടന്നിട്ടില്ല. ഈ വർഷമാണെങ്കിൽ ഞങ്ങൾ കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു. കാരണം ഞങ്ങളുടെ സാധാരണ കുട്ടികൾ ഒരു 10-30 പേര് ഗൾഫ് ഏരിയയിലാണ് പണിയെടുക്കാൻ പോവുക. അവിടെ NBTC, കുവൈറ്റ് അങ്ങനത്തെ കുറേ കമ്പനികൾ എടുത്തുകൊണ്ടിരുന്നത്. ഈ വർഷത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റ് ഏഷ്യ ക്രൈസിസ് കാരണം ഈ ഗൾഫ് കമ്പനികൾ അധികമായിട്ട് കുട്ടികളെ എടുക്കാൻ ആരും വന്നില്ല. അപ്പോൾ അതൊരു ഡ്രോപ്പ് ഔട്ട് ഉണ്ടാകും. അത്രയും കുട്ടികൾക്ക് പണി കിട്ടാണ്ടാകുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ ഭയം. അത് കാരണം ഞങ്ങൾ ഇവിടെ ലോക്കൽ ഇൻഡസ്ട്രിയിൽ വളരെയധികം പോവുകയും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്തതിൻ്റെ പാർട്ടായിട്ട് 2-3 കമ്പനികൾ, അപ്പോൾ എടുത്തു പറയാവുന്നത് ആംഫിനോൾ, ആപ്റ്റീവ് എന്നീ 2-3 കമ്പനികൾ അഡീഷണൽ ആയിട്ട് വരികയും അവരെ കുട്ടികളെ എടുക്കുകയും ചെയ്തു. കുട്ടികളെ എടുക്കുന്നു എന്ന് മാത്രമല്ല, അതിനൊരു ഹൈലൈറ്റ് ഉണ്ട്. കാരണം ഞങ്ങളുടെ ഇടയിൽ 11 സ്പെഷ്യലി ഏബിൾഡ് കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾ. അവരെ കൂടെ
നമുക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കാൻ പറ്റി എന്നുള്ളത് ഈ വർഷത്തെ ഈ ബാച്ചിന്റെ ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ട് ആണ് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇതൊരു ഫസ്റ്റ് എക്സ്പെരിമെന്റ് ആയിരുന്നു. ഈ സ്പെഷ്യലി ഏബിൾഡ് കുട്ടികളെ വെച്ചിട്ട് ട്രെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു ഫസ്റ്റ് എക്സ്പെരിമെന്റ് ആയിരുന്നു. അത് ഭയങ്കര ഹ്യൂജ്ലി സക്സസ്ഫുൾ ആയി എന്ന് വേണം പറയാൻ. വേറൊന്ന്, ഞങ്ങൾ ഇതിനു മുമ്പ് ആ എക്സ്പെരിമെന്റ് നടത്താനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു 40 കുട്ടികളോളം ഹിയറിംഗ് ഇമ്പയർഡ് കുട്ടികളുടെ ട്രെയിൻ ചെയ്തു. അവർക്കും ഈ പറഞ്ഞ പോലെ മീനിങ് ഫുൾ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രത്യേകതയാണ്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി ഡെവലപ്പ് ചെയ്യണം. കാരണം ഇപ്പോൾ എസ്പെഷ്യലി BPCLന്റെ തനതായ പ്രോജക്റ്റ് ഡിലേഡ് ആയതുകൊണ്ട് ഞങ്ങൾ എക്സ്പാൻഷൻ പ്രോജക്റ്റിലേക്ക് പോവുകയാണ്. കാരണം ഇവിടെ ഇപ്പം നമുക്കൊരു 40,000 സ്ക്വയർ ഫീറ്റ് ആണ് ഞങ്ങൾക്ക് ഈ 4ാമത്തെ ഫ്ലോറിലുള്ളത്. ഞങ്ങൾ ഈ ബിൽഡിങ്ങിൻ്റെ തന്നെ 3ാമത്തെ 2ാമത്തെ ഫ്ലോറിലായിട്ട് അനദർ 40,000 സ്ക്വയർ ഫീറ്റ് ഞങ്ങൾ ഓൾറെഡി റെൻ്റലിന് എടുത്തു കഴിഞ്ഞു ഇൻകലിയിൽ നിന്ന്. വളരെ ചീപ്പർ ആയിട്ടുള്ള റേറ്റിന് കിട്ടി. അപ്പോൾ ഇനി ഞങ്ങൾ അവിടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ സ്ഥാപിച്ച് ലാബ് ഫെസിലിറ്റി അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റിയും കൊണ്ടുവന്നുകൊണ്ട് ഈ നമ്പേഴ്സ് തന്നെ കൂട്ടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന വെൽഡിങ്. ഞങ്ങൾ സാധാരണ 50 കുട്ടികളെ വെച്ച് 4 കോഴ്സസ്, അതായത് ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, വെൽഡിങ്, ഫിറ്റിംഗ്. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം ഫിറ്റിങ്ങിൻ്റെ നമ്പർ കുറച്ചിട്ട് ഞങ്ങൾ വെൽഡിങ്ങിൻ്റെ നമ്പർ വളരെയധികം കൂട്ടി. അപ്പം സാധാരണ 50 പേരെ എടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഞങ്ങൾ 80 പേരെ എടുക്കും. ഈ 80 പേർക്കും ഈ സർട്ടിഫൈ ചെയ്ത ദിവസം പണി കിട്ടി എന്നുള്ളത് വേറൊരു അഡ്വാൻറ്റേജാണ്. അപ്പം കേരളത്തിൽ ജോബില്ല എന്നത് ഒരു യാഥാർത്ഥ്യമല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇവിടുത്തെ എല്ലാവരും കേരളത്തിലെ പല ജില്ലകളിലുള്ള പല കമ്പനികളിലായിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ കുറച്ച് കുട്ടികൾ പൂനെയിലും അവിടെ ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്, രാജസ്ഥാനിലൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഓൾ ഇന്ത്യ ബേസിസിൽ കുറച്ച് വേറെ സ്റ്റേറ്റിലെ കുട്ടികളുണ്ടായിരുന്നു. വെസ്റ്റ് ബംഗാൾ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഒറീസ, ഇവിടെ നിന്നൊക്കെയുള്ള കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് പ്ലേസ്മെന്റ് ശരിക്കും അവരവിടെ പ്രിഫർ ചെയ്യുന്ന കുട്ടികൾക്ക് അവിടെ കൊടുത്തു. പക്ഷെ വെസ്റ്റ് ബംഗാളിലൊക്കെ കുട്ടി ഇപ്പോൾ ഈ ആക്റ്റീവിലും അവിടെ ഇവിടെയൊക്കെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. കാരണം അങ്ങനെയും ഉണ്ട്. കാരണം അവിടെ നിന്ന് ആളുകൾക്ക് ഇവിടെ വന്ന് പണിയെടുക്കാനും ഇവിടെ നിന്ന് ആളുകൾക്ക് അവിടെ പോയി പണിയെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പൊ ഇതൊരു ഓൾ ഇന്ത്യ ലെവലിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറിയിട്ടുണ്ട്. കേരളത്തിന്റെ മാത്രമല്ല, അതാണ് അതിന്റെ പ്രത്യേകത. ഈ വികസനം ഞങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് ഞങ്ങൾ വലിയ കാര്യമായിട്ട് അഡ്വർടൈസ് ചെയ്യാറില്ല. മാഡം വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇതിന്റെ പേരധികം കേട്ടിട്ടില്ല. കാരണം വെച്ചാൽ ഇത് പത്രത്തിലൂടെ ഒന്നൊക്കെ അഡ്വർടൈസ് ചെയ്തിട്ട് കുട്ടികളിലെത്തില്ല. കാരണം ഇത് പിന്നെ പത്രത്തിൽ അഡ്വർടൈസ് ചെയ്യുക അങ്ങനത്തെ സാധനങ്ങൾക്ക് വളരെയധികം ചിലവേറിയ ഒരു രീതിയും കൂടെയാണ്. അപ്പൊ ഞങ്ങൾ ഈ കിട്ടുന്ന CSR ഫണ്ട് മാക്സിമം കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ഒരു പ്രവണതയാണ് ഇതിനകത്ത് മുൻതൂക്കം കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഫീസ് ഇല്ല. അതായത് ആ എൻട്രി പോയിന്റിൽ ഒരു 5,000 രൂപ ഒരു ടോക്കൺ എൻട്രി ഫീ ആയിട്ട് വാങ്ങുന്നതല്ലാണ്ട് 6 മാസത്തെ ഇവരുടെ സ്റ്റേ, ഇവരുടെ ഭക്ഷണം, ഇവരുടെ യൂണിഫോം, ഇവർക്ക് ബാഗ് കൊടുക്കുന്നുണ്ട്, ഇവരുടെ അസസ്മെന്റ് ഫീസ്, ഇത് അസസ്മെന്റ് ഒക്കെ സെപ്പറേറ്റ് ഏജൻസിയെ കൊണ്ട് ഇതെല്ലാം CSR ഫണ്ടിങ്ങിൽ നിന്നാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ അധ്യാപകരും ഞാനും BPCL മാനേജ്മെന്റും ഒക്കെ കാണുന്നത്. കാരണം BPCL മാനേജ്മെന്റ് ഇതെല്ലാ മീറ്റിങ്ങുകളിലും പ്രസന്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഒരു. കാരണം ഇതിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ് നാട്ടുകാരുടെ നാട്ടുകാർ പബ്ലിസൈസ് ചെയ്യട്ടെ എന്നാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് ഒരു തൊഴിൽ. ആ തൊഴിൽ നേടാനായാണ് നമ്മൾ പഠിക്കുന്നത്. തിയറി ക്ലാസ്സുകൾ നമ്മൾ ധാരാളമായി അറ്റൻഡ് ചെയ്യാറുണ്ട്. അതേസമയം ആ പഠിക്കുന്ന തിയറി എങ്ങനെ പ്രായോഗിക തലത്തിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ കൊണ്ടുവരണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പലപ്പോഴും വേണ്ടത്ര അറിവ് ലഭിക്കാറില്ല. ആ അറിവ് കുട്ടികൾക്ക് ലഭിക്കാനായി BPCL സംഘടിപ്പിക്കുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത്
സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പൽ കൂടിയായ ശ്രീ അരുണാണ്. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. സർ, ഈ BPCL നടത്തുന്ന ഒരു CSR ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പലർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഒന്ന് വിശദമായി പറയാമോ? സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 2016 ആ സമയത്ത് പെട്രോളിയം മിനിസ്റ്ററും സ്കിൽ ഡെവലപ്മെൻറ്റ് മിനിസ്റ്ററും ഒരാളായിരുന്നു മിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ. അദ്ദേഹം വിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള, അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് എന്നുള്ളത്. ആക്ച്വലി അഭ്യസ്തവിദ്യരായ കുട്ടികൾക്ക് ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഉതകുന്ന സ്കിൽ എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാം എന്ന പേരിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇത് വളരെ റെലവൻ്റായി ടെക്നിക്കൽ അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ ലെവലിലുള്ള സ്റ്റുഡൻസിന് ഒരു ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടൊരു കൾച്ചറും കൂടെ വളർത്താനും കൂടെ ഉള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഭാരതത്തിൽ 6 സ്ഥലങ്ങളിൽ രൂപീകരിക്കപ്പെട്ടത്. കേരളത്തിൽ ഈ ട്രെയിനിങ് സെൻറ്റർ 2016 സ്റ്റാർട്ട് ചെയ്യുന്നത്. 2016 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 ബാച്ച് ഇലക്ട്രിക്കൽ ആൻഡ് വെൽഡിങ്, ഇങ്ങനെ 2 ബാച്ചായിട്ട് 90 കുട്ടികളായിട്ട് തുടങ്ങിയ ഒരു സെൻ്ററാണ്. ഇൻഡസ്ട്രിയും അക്കാഡമിയും തമ്മിലൊരു ഗ്യാപ്പുണ്ട്. ബേസിക്കലി ഇത് ഗ്യാപ്പ് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ കൾച്ചർ ആയിരിക്കാം, അവരുടെ ടെക്നിക്കൽ സ്കിൽസിൻ്റെ അഭാവമായിരിക്കാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലെ ബിഹേവിയർ ആൻഡ് സേഫ്റ്റി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സിലെ ഓരോ പ്രോഗ്രാമും വിഭാവനം ചെയ്തിരിക്കുന്നത്. 6 മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 6 മാസത്തെ ഈ കുറഞ്ഞ കാലയളവാണ്. അപ്പോൾ ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് വിദ്യാർത്ഥികൾ ഏതൊക്കെ കോഴ്സുകളാണ് ഇവിടുന്ന് പഠിക്കുന്നത്? ബേസിക്കലി ഞങ്ങൾ ITI അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികൾ, അല്ലെങ്കിൽ ഡിപ്ലോമ ലാസ്റ്റ് ഇയർ പരീക്ഷ എഴുതി നിൽക്കുന്ന കുട്ടികൾ, 25 വയസ്സ് വരെ പ്രായപരിധിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 4 ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൈമറി ആയിട്ട് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യൻ ഓയിൽ ആൻഡ് ഗ്യാസ്, ഇൻഡസ്ട്രിയൽ വെൽഡർ ഓയിൽ ആൻഡ് ഗ്യാസ്, പ്രോസസ് ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നീഷ്യൻ ഓയിൽ ആൻഡ് ഗ്യാസ്, ഫിറ്റർ ഫാബ്രിക്കേഷൻ ക്യാപിറ്റൽ ഗുഡ്സ്, ഇങ്ങനെ മെക്കാനിക്കലിൻ്റെ 2ഉം ഇലക്ട്രോണിക്സിൻ്റെ 2 മേഖലയിലുള്ള 4 കോഴ്സുകളാണ് പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, ഒരു ഇൻക്ലൂസിവിറ്റി പ്രോഗ്രാം പോലെ ടെക്നീഷ്യൻ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് എന്നുള്ള ഒരു അഡീഷണൽ കോഴ്സും കൂടെ നമ്മൾ പാരലി ചെയ്യുന്നുണ്ട്. ഇത് ബേസിക്കലി ഹാർഡ് ഓഫ് ഹിയറിംഗ്, ജന്മന കേൾവിശക്തിയും സംസാരശേഷിയും ഇല്ലാത്ത കുട്ടികളെ സ്പെഷ്യലി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഇൻക്ലൂസിവിറ്റി എന്നുള്ളത് നമ്മൾ പലപ്പോഴും എല്ലായിടത്തും പറയുന്ന കാര്യമാണ്, പക്ഷെ അത് ഞങ്ങൾ പ്രാവർത്തികമാക്കി ഒരു 2 ബാച്ചുകൾ ഞങ്ങൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഹാർഡ് ഓഫ് ഹിയറിംഗ് കാൻഡിഡേറ്റ്സ്, കേരളത്തിലെ പോളിടെക്നിക് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുള്ള സ്പെഷ്യൽ സ്റ്റുഡൻസ് ആണ് ഇവർ. കൂടുതൽ ആളുകളും കമ്പ്യൂട്ടർ മേഖലയിലായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പേര് സിവിൽ മേഖലയിലുണ്ടവർ. അപ്പോൾ അവരെ ഇവിടെ 6 മാസം ബാക്കിയുള്ള നോർമൽ ആളുകളുടെ കൂടെ ഇടപഴകാനുള്ള ഒരു അവസരം കൂടെ കൊടുത്തുകൊണ്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം. ഇൻക്ലൂസിവിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ് വേണ്ടത്. ശരിക്കും അവരുടെ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യാനായിട്ടുള്ള വേറൊരു മാർഗവുമില്ല. കാര്യം അവർ പഠിച്ചിരിക്കുന്നതെല്ലാം സെപ്പറേറ്റ് ഒരു സ്കൂളിംഗ് സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ നിന്ന് അവർ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ നാച്ചുറലി അവർ ഒറ്റപ്പെടുന്ന ഒരു ഫീലാണ് നോർമലി അനുഭവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള രീതിയിൽ ഡേ 1 മുതൽ അവർ നോർമൽ സ്റ്റുഡൻസിൻ്റെ കൂടെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യുന്നു, അവരുടെ കൂടെ താമസിക്കുന്നു, അവരോട് സംസാരിക്കുന്നു. അപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ റേഞ്ചും മാറും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പ്രൊഫഷണലി അവരെ ത്രൂ ഹോൾ അസംബ്ലി, സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് ഫീൽഡിൽ ഉള്ള സ്കിൽ സെറ്റ് അവരിൽ വികസിപ്പിച്ചെടുക്കുകയാണ്. അതിൽ ഏകദേശം 60ഓളം കുട്ടികൾ കഴിഞ്ഞ 2 ബാച്ചുകളിൽ പാസ് ഔട്ട് ആയാൽ 100% ആളുകളെയും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് TVSൻ്റെ കമ്പോണൻറ്റ് റിപ്പയർ ഡിവിഷനിലാണ്. ഇവിടെ തന്നെ കേരളത്തിൽ തന്നെയുള്ള ഒരു അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് സെൻറ്ററിൽ 2 ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും ജോലി ചെയ്യുന്നുണ്ട്. അത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ആപ്പിൾ പോലത്തെ ഉള്ള കമ്പനീസിന് വേണ്ടിയിട്ടുള്ള മോൾഡ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയിലെ പ്രിസിഷൻ മാനുഫാക്ചറിങ്ങിൻ്റെ ഇൻസ്പെക്ഷൻ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ ഇതിലെ ഒരു നല്ലൊരു
ബ്രേക്ക് ത്രൂ എന്ന് തന്നെ നമുക്ക് പറയാം. ഞങ്ങളുടെ കോൺഫിഡൻസും അതിൽ നിന്നും വർദ്ധിച്ചിട്ടുണ്ട്. ഈ വരുന്ന ബാച്ചുകളിൽ നമ്മൾ ആ ഒരു സ്പെഷ്യൽ കാറ്റഗറി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ അതേ രീതിയിലുള്ള അധ്യാപകർ വേണം. അതുപോലെ ഈ കുട്ടികളെയും മറ്റേ സാധാരണ നമ്മുടെ കുട്ടികളെയും പഠിപ്പിക്കാനുള്ള അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നതിൽ എന്തൊക്കെ നേരത്തെ പറഞ്ഞ പോലെ അവർ ടെക്നിക്കൽ ഇൻക്ലൂസിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ട്രെയിനേഴ്സിനെ തന്നെയാണ് കുറച്ച് സൈൻ ലാംഗ്വേജ് ഒക്കെ ഉള്ള ട്രെയിനിങ് നമ്മളുടെ അധ്യാപകർക്ക് കൊടുക്കും. പിന്നെ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ഒരു മെൻറ്റർ എന്നുള്ള രീതിയിൽ നമ്മളൊരു സാറിനെ നമ്മൾ നിയമിച്ചിട്ടുമുണ്ട്. അവരുടെ ബാക്കിയുള്ള കൂടുതൽ എക്സ്പ്ലെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ സൈൻ ലാംഗ്വേജ് അറിയാവുന്ന ഒരു അധ്യാപകനുണ്ട്. പഠനത്തിൽ ഡയറക്റ്റ്ലി നമ്മളുടെ ട്രെയിനേഴ്സ് തന്നെയാണ് അവരെ ട്രെയിൻ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തോന്നുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമാണ്. ഞങ്ങൾക്കും ഇതേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്ങനെ അവരെ പഠിപ്പിക്കുന്നത്. ബട്ട് ആക്ച്വലി അവർ ഭയങ്കര ഒബ്സർവൻസ് ആണ്. അവരെ കാണിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പിക്കപ്പ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇപ്പം നമുക്കിവിടെ വെൽഡിങ്, ഇൻസ്ട്രുമെൻറ്റേഷൻ അങ്ങനെയുള്ള കോഴ്സുകളാണ്. ഇനിയും ഏതെങ്കിലും പുതുതായിട്ട് തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ? ഇനി EV ടെക്നോളജിയുടെ കോഴ്സുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഓട്ടോമേഷൻ്റെ കുറച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനെയും കൂടെ സ്കിൽ മോഡലിലേക്ക് കൊണ്ടുവരണമെന്ന് ഒരു കണ്ടിന്യൂസ് പുഷ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അഡ്വാൻസ് മോഡലുള്ള സൈബർ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ AI ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള വി ഹാവ് എ ഫുൾ ഫ്ലെജ് ലാബ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങനെ ഒരു പ്രോഗ്രാമും കൂടെ നമ്മൾ ഇമ്മീഡിയറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അപ്പറൽ ഡിസൈനിങ്ങിൻ്റെ, ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ്, ഇതെല്ലാം നമ്മളുടെ പ്രോസസ്സിലാണ്. കാര്യം ഇതിനെല്ലാം ഒരു ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ, അതിപ്പം ഏറ്റവും ക്രൈസിസ്, ഇപ്പോൾ നമ്മുടെ ഗ്യാസ് ക്രൈസിസ് വന്നപ്പോൾ ഓൾറെഡി പോപ്പപ്പ് ചെയ്തതല്ല, ഇത് കണ്ടിന്യൂസ്ലി ഒരു ലാസ്റ്റ് 10 years ആയിട്ട് എല്ലാ വീടുകളിലും കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് വരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അവർക്കെല്ലാം ട്രെയിൻഡ് മാൻ പവേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ടെക്നീഷ്യൻ മോഡലിലാണ്, സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ പല രീതിയിലുള്ള വെൽഡിങ്, പൈപ്പിങ്, പ്ലംബിങ് ഇതെല്ലാം അതിനകത്ത് വരും. എന്തായാലും ഇത്രയും നേരം, വളരെ തിരക്കാണെന്നറിയാം, ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഏഷ്യാനെറ്റിൻ്റെ ഇങ്ങനൊരു ഉദ്യമത്തിന് ഞാൻ ആദ്യം തന്നെ വളരെ താങ്ക്സ് ഞങ്ങൾ പറയുന്നു. കാര്യം ഞങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏഷ്യാനെറ്റ് പോലുള്ളൊരു മീഡിയ ഞങ്ങൾക്ക് എന്തായാലും വളരെ സഹായകമാണെന്ന് വിശ്വസിക്കുന്നു. കാര്യം സമൂഹത്തിന് വേണ്ടി നമ്മൾ PPCLും NDTFും കൈകോർക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഏഷ്യാനെറ്റും കൂടെ എത്തിയതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്.